മക്കളെ ലക്ഷ്യം വച്ചാൽ ഹമാസ് നിലപാട് മാറ്റുമെന്നത് വെറും വ്യാമോഹമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ മാധ്യമങ്ങളോട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവുമാണ്. അവയിൽ ഒരിളവും പ്രതീക്ഷിക്കേണ്ട. എന്റെ മക്കളെ ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ ഹമാസിനെ അതിന്റെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് ശത്രുക്കൾ വിചാരിച്ചാൽ വ്യാമോഹമാകും. എന്റെ മക്കളുടെ രക്തം ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2017 ഇസ്മായിൽ ഹനിയയെ ഹമാസിന്റെ മേധാവിയായി പ്രഖ്യാപിച്ചത് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഹനിയ മാറിയിരുന്നു. കൊല്ലപ്പെട്ട അമീർ ഹനിയ ഹമാസ് സൈനിക വിഭാഗത്തിലെ സ്ക്വാഡ് കമാൻഡറായിരുന്നു. ഹസീമും മുഹമ്മദ് ഹനിയയും താഴ്ന്ന റാങ്കിലുള്ള പ്രവർത്തകരായിരുന്നു. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയുടെ 3 ആൺമക്കളും 4 പേരക്കുട്ടികളുമാണ്. മക്കളുടെയും പേരമക്കളുടെയും മരണം ഖത്തറിൽ കഴിയുന്ന ഹനിയ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഗസ സിറ്റിയിലെ അൽഷാഡി അഭയാർത്ഥി ക്യാമ്പിൽ ഹനിയ കുടുംബത്തിന്റെ കാറിൽ ഡ്രോൺ പതിച്ചാണ് ഇവരുടെ മരണമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗസയിലെ പലയിടത്തും ഇസ്രായേൽ ബോംബിട്ടു. ഇതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കും. ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ ആളുകളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസമെന്ന് ഹനിയ പ്രതികരിച്ചു. സമാധാന ചർച്ചകളെയും ബന്ദിമോചനത്തെയും ഇത് ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കുടുംബത്തിലെ 60 പേർ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഹനിയ പറഞ്ഞു. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും US-ന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ ഇത് ബാധിക്കും. മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഗസക്കാർ ഈദ് പ്രാർത്ഥന നടത്തി. കിഴക്കൻ ജെറുസലേമിലെ അൽ-അഖ്സ പള്ളിയിലും പ്രാർത്ഥന നടന്നു. അതേസമയം ഹസീം, അമീർ, മുഹമ്മദ് എന്നിവരാണ് ഹനിയയുടെ മക്കൾ. അതേസമയം തന്നെ ഇസ്രായേലിനെ വിമർശിച്ച് അമേരിക്കയും രംഗത്ത് വന്നു. ഗസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. നെതന്യാഹുവിന്റെ സമീപനത്തോടെ യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷന് നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറയുകയുണ്ടായി. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണം. 6-8 ആഴ്ചയ്ക്കുള്ളിൽ ഗസയെ സഹായം കൊണ്ട് നിറയ്ക്കണം. സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. അതിപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെ നിർബാധം പിന്തുണച്ച US നിലപാട് മാറ്റുകയാണ്. ഈദ് സന്ദേശത്തിലും ബൈഡൻ ഗസയെ അനുസ്മരിച്ചു. ഗസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതമായവർക്ക് ഒപ്പമാണ് തന്റെ മനസ്സെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. അതിനിടെ ഫലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന സൂചന നൽകി ഓസ്ട്രേലിയ. മരവിച്ചു കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാനും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു. ബ്രിട്ടൻ, അയർലൻഡ്, മാൾട്ട, സ്ലോവേനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയും ഇക്കാര്യം സൂചിപ്പിച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആനുപാതികമല്ലാത്ത സൈനിക നടപടി പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനു തന്നെ ഭീഷണിയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞു. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.